നമസ്കാരം, ഞാൻ ജെമി ജോൺ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ 2025 ഡാക്കർ റാലിയിൽ ബഹ്റൈനിലെ ഹസൻ അൽ സദാദി മികച്ച സ്ഥാനം കൈവരിച്ചു. ഡെസേർട്ട് റാലി റേസിംഗിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ബഹ്റൈൻ റാലി ഡ്രൈവറായ ഹസൻ അൽ സദാദി മിഡിൽ ഈസ്റ്റ് റാലി ചാമ്പ്യൻഷിപ്പിൽ തന്റെ വിഭാഗത്തിൽ 5ാം സ്ഥാനം നേടി. FII വേൾഡ് ഇൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിന്റെ 2 റൗണ്ടായ ഹെയിൽ ടൊയോട്ട ഇന്റർനാഷണൽ റാലി 2025 മൊത്തത്തിൽ 22ാം സ്ഥാനത്തെത്തി. ഈ സീസണിൽ താൻ മത്സരിക്കുന്ന 4 പ്രധാന റൗണ്ടുകളുടെ ഭാഗമാണിതെന്ന് അൽ സദാദി പറഞ്ഞു. ഡാക്കർ 2026 ഏറ്റവും ഉയർന്ന നിലയിലെത്താൻ ബഹ്റൈനിലെ മോട്ടോർ സ്പോർട്സ് വ്യവസായത്തിൽ തുടർച്ചയായ പിന്തുണയും നിക്ഷേപവും ആവശ്യമാണെന്ന് അൽ സദാദി അഭിപ്രായപ്പെട്ടു. ബഹ്റൈന്റെ വിശിഷ്ടമായ റെക്കോർഡിലേക്ക് മറ്റൊരു നേട്ടം കൂടി ചേർത്തുകൊണ്ട് ഈ വിജയത്തിന് എല്ലാവരും സംഭാവന നൽകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മാഡ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് വ്യവസായ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ബഹ്റൈനിലെ ആദ്യത്തെയും വലുതുമായ ഓഗ്മെന്റഡ് റിയാലിറ്റി പ്ലേ ഗ്രൗണ്ടായ അൽ ആലി മാളിൽ മാഡ് പാർക്ക് കളിസ്ഥലം വ്യവസായ വാണിജ്യ മന്ത്രി അബ്ദുള്ള ബിൻ അദേൽ ഫക്രോ ഉദ്ഘാടനം ചെയ്തു. പ്ലേ ഗ്രൗണ്ട് സന്ദർശിച്ച മന്ത്രി വിവിധ സാമ്പത്തിക മേഖലകളിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് എടുത്തു പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യയുള്ള ആധുനിക വിനോദ കേന്ദ്രങ്ങൾ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എല്ലാ പ്രായക്കാരിലുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബഹ്റൈൻ കേരളീയ സമാജം വനിതാവേദി സംഘടിപ്പിച്ച മോഡേൺ ഫിറ്റ്നസ് വൗ മോം 2025 റിയാലിറ്റി ഷോ വർണ്ണാഭമായ ചടങ്ങുകളോടെ സമാപിച്ചു. സിനിമാ താരം ഗായത്രി അരുൺ മുഖ്യാതിഥിയായും രമ്യ മദൻ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു. ബഹ്റൈൻ കേരളീയ സമാജം വനിതാവേദി സംഘടിപ്പിച്ച മോഡേൺ ഫിറ്റ്നസ് വൗ മോം 2025 റിയാലിറ്റി ഷോ ജനുവരി 30 വൈകിട്ട് സമാജം DJ ഹാളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ സമാപിച്ചു. സിനിമാ താരം ഗായത്രി അരുൺ മുഖ്യാതിഥിയായും രമ്യ മദൻ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു. 5 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളും അമ്മമാരും മാറ്റുരച്ച ഈ റിയാലിറ്റി ഷോ 7 റൗണ്ടുകളിലായാണ് അരങ്ങേറിയത്. ടാലന്റ് റൗണ്ട്, സിനിമാറ്റിക് റൗണ്ട്, ഫാമിലി സ്റ്റേജ്, മൈ ഡ്രോപ്പ്, ഡാസ്ലിംഗ് ഡ്യൂ ഫാഷൻ റൗണ്ട്, ക്വസ്റ്റ്യൻ എയർ റൗണ്ടുകളിൽ കൂടെ ഫിനാലെയിൽ എത്തിയ മത്സരാർത്ഥികൾ അവരുടെ കഴിവുകൾ കൊണ്ട് സദസ്സിനെ അത്ഭുതപ്പെടുത്തി. മത്സരാർത്ഥികൾ അഞ്ജു പിള്ള, പ്രതീക് പിള്ള, ശ്രീകല രാജേഷ്, അശ്വിൻ ശേഖർ, ബബിത ജഗദീഷ്, അമലു ജഗദീഷ്, സുമി ഷമീർ, ആദം മുഹമ്മദ് ഷമീർ, റൂബി ജിനു, സാൻഡ്ര ജിനു, സാന്തി സികുമാർ, ശ്രേഷ്ഠ ശ്രീകുമാർ, അഞ്ജു പ്രസാദ്, ഐശ്വര്യ മഹേഷ്, സന്ധ്യ ജയരാജ്, സിദ്ധാർത്ഥ് ജയരാജ്, നിത ജിതിൻ, അതിഥി നിക്കു, സൗമ്യ സാത്വിക സജിൻ വൗമോം വിന്നർ, സന്ധ്യ ജയരാജ്, സിദ്ധാർത്ഥ് ജയരാജ് വൗമോം ഫസ്റ്റ് റണ്ണറപ്പ്, നിത ജിതിൻ, അതിഥി നിക്കു വൗമോം സെക്കൻഡ് റണ്ണറപ്പ്. കുട്ടികളുടെ വിഭാഗത്തിൽ സിദ്ധാർത്ഥ് ജയരാജ് ചൈൽഡ് എത്നിക് അവാർഡ്, പാർട്ടി വെയർ അവാർഡ്, കോൺഫിഡൻസ് ചൈൽഡ് അവാർഡ് എന്നിവ നേടി ശ്രദ്ധേയനായി. മുതിർന്നവരുടെ വിഭാഗത്തിൽ അഞ്ജു പിള്ള എത്നിക് വെയർ മോം പുരസ്കാരവും നിത ജിതിൻ പാർട്ടി വെയർ മോം പുരസ്കാരവും സന്ധ്യ ജയരാജ് കോൺഫിഡന്റ് മോം പുരസ്കാരവും സ്വന്തമാക്കി. ചടങ്ങിൽ വനിതാവേദി പ്രസിഡന്റ് മോഹിനി തോമസ് അധ്യക്ഷത വഹിച്ചു. വനിതാവേദി സെക്രട്ടറി ജയ രവികുമാർ സ്വാഗതം പറഞ്ഞു. സമാജം ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ, സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ആശംസകൾ നേർന്നു. വനിതാ വിഭാഗം എന്റർടൈൻമെന്റ് സെക്രട്ടറി വിജിന സന്തോഷ് നന്ദി പ്രകാശിപ്പിച്ചു. വോയിസ് ഓഫ് ട്രിവാൻഡ്രം വനിതാ വിഭാഗം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഭാരത് പ്യാര ദേശ് ഹമാര എന്ന പേരിൽ സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റൽ ഹാളിൽ വെച്ച് വോയിസ് ഓഫ് ട്രിവാൻഡ്രം വനിതാ വിഭാഗം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. അനുഷ്മ പ്രശോഭ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ആയിഷ സ്വാഗതം ആശംസിച്ചു. പ്രശസ്ത ആർട്ട് ഡയറക്ടർ വികാസ് സൂര്യ, അധ്യാപികയും സാമൂഹിക പ്രവർത്തകയുമായ ജിൽഷ അരുൺ, ബഹ്റൈനിലെ അറിയപ്പെടുന്ന മജീഷ്യനും സംഘാടകനും കൂടിയായ അശോക് ശ്രീശൈലം, വോയിസ് ഓഫ് ട്രിവാൻഡ്രം പ്രസിഡന്റ് സിബി കെ കുര്യൻ, വോയിസ് ഓഫ് ട്രിവാൻഡ്രം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകി. കുട്ടികളുടെ രചനകൾ മികച്ചവയായിരുന്നു എന്ന് ജഡ്ജിംഗ് പാനൽ അഭിപ്രായപ്പെട്ടു. ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും നൽകി. തുടർച്ചയായ 2ാം വർഷമാണ് വോയിസ് ഓഫ് ട്രിവാൻഡ്രം വനിതാ വിഭാഗം റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയ പ്രോഗ്രാം കൺവീനേഴ്സ് സന്ധ്യ, പ്രിയങ്ക മണികണ്ഠൻ എന്നിവരെ വോയിസ് ഓഫ് ട്രിവാൻഡ്രം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അഭിനന്ദിച്ചു. ഒരിടവേള.
all your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. മറ്റു പ്രധാന വാർത്തകൾ നോക്കാം. SNCS ഭാരതീയം ഇൻക്രെഡിബിൾ ഇന്ത്യ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ബഹ്റൈൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മലയാളം പാഠശാല, സാഹിത്യവേദി, സ്പീക്കേഴ്സ് ഫോറം എന്നീ ഉപവിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 76ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഭാരതീയം ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന ശീർഷകത്തിൽ നടന്ന ക്വിസ് മത്സരത്തിൽ ജനുവരി 24-ന് ബഹ്റൈനിലെ പ്രമുഖ 18 ടീം അംഗങ്ങൾ മാറ്റുരച്ച പ്രാഥമിക റൗണ്ട് ക്വിസ് മത്സരത്തിന്റെ ഫൈനൽ മത്സരം 31/1/2025 വെള്ളിയാഴ്ച വൈകിട്ട് 7:54-ന് ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ സൽമാനിയയിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്നു. പ്രാഥമിക റൗണ്ടിൽ നിന്നും തെരഞ്ഞെടുത്ത 5 ടീമുകൾ പങ്കെടുത്ത മത്സരത്തെ നിയന്ത്രിച്ചത് പ്രമുഖ ഇന്റർനാഷണൽ ക്വിസ് മാസ്റ്ററായ ബോണി ജോസഫും അധ്യാപന മേഖലയിലെ അറിയപ്പെടുന്ന വ്യക്തിത്വം സുരേഷ് പി.പിയുമാണ്. കുട്ടികളും മുതിർന്നവരും പങ്കാളികളായ അത്യധികം ആവേശവും ഒപ്പം വിജ്ഞാനവും കാണികൾക്ക് പകർന്ന ഈ മത്സരത്തിന് മുഖ്യ അവതാരക ആതിര ഗോപകുമാർ ആയിരുന്നു. സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി 1757 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിലെ വിഭിന്നങ്ങളായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി 7 വിവിധ റൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ ജോസി തോമസും മരിയം ജോർജും ചേർന്ന് നയിച്ച പാലാ ടീം വിജയികളായി. ജിജോ ജോർജും അഭിമന്യു മനുവും നയിച്ച പ്രതിഭ ബി ടീം രണ്ടാം സ്ഥാനവും ഷാജി കെസിയും ശ്രീദേവ് മാണിക്കോത്തും നയിച്ച പ്രതിഭ എ ടീം 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിശ്വനാഥന്റെ മേൽനോട്ടത്തിൽ SNCSന്റെ പ്രമുഖ ഉപവിഭാഗങ്ങളായ മലയാളം പാഠശാല, സ്പീക്കേഴ്സ് ഫോറം, സാഹിത്യവേദി എന്നീ ഉപവിഭാഗങ്ങളിലെ അംഗങ്ങൾ ചേർന്ന് മീഡിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത്. SNCS ചെയർമാൻ കൃഷ്ണകുമാർ ഡി, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS എന്നിവർ ആശംസകൾ നേർന്ന മത്സരത്തിന് പ്രോഗ്രാം കൺവീനർ ജയചന്ദ്രൻ യു നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ 4-ാം സ്ഥാനം ലഭിച്ച ശ്രീജ ബോബിയും പ്രണവ് ബോബിയും നയിച്ച കോട്ടയം ടീം, 5-ാം സ്ഥാനം ലഭിച്ച സജിത സതീഷ്, അനുവിന്ദ് സതീഷ് എന്നിവർ നയിച്ച വിക്ടറി ടീം, ഒപ്പം പ്രാഥമിക റൗണ്ടിൽ പങ്കെടുത്ത 18 ടീം അംഗങ്ങൾക്കും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. കാണികൾക്കായി നേരിട്ട് നടത്തിയ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിയവർക്കും ആകർഷണീയമായ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേന്ദ്ര ബജറ്റ് രാജ്യത്തെ അസമത്വം വർദ്ധിപ്പിക്കും, ബഹ്റൈൻ പ്രതിഭ. സാധാരണക്കാരെയും കർഷകരെയും കണക്കിലെടുക്കാതെ കോർപ്പറേറ്റ് അനുകൂല ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം, ഊർജ്ജ മേഖലയിൽ സ്വകാര്യവൽക്കരണം എന്നിവയുടെ ദൂരവ്യാപകമായ പ്രത്യാഘാതമായിരിക്കും രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരിക. കൃഷി, ഉൽപാദനം, സേവനങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും കോർപ്പറേറ്റ് മേധാവിത്വം ശക്തമാക്കുകയാണ് ബജറ്റിലൂടെ BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. പാർലമെന്ററി സമിതി ശുപാർശ ചെയ്തിട്ടും കർഷകരുടെ വായ്പ എഴുതിത്തള്ളൽ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ജനസംഖ്യയിൽ 50%-ലേറെ കർഷകർ ആയിരിക്കെ കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത് 3.38% മാത്രമാണ്. ഇത് സമ്പന്നർക്ക് വേണ്ടി ഉണ്ടാക്കിയ ദരിദ്ര വിരുദ്ധ ബജറ്റ് കൂടിയാണ്. വർദ്ധിച്ച തോതിലുള്ള തൊഴിലില്ലായ്മയും വേതനത്തിൽ ഉയർച്ചയില്ലാത്തതിനാലും നടുവൊടിയുന്ന സാധാരണ ജനതയ്ക്ക് ആശ്വാസകരമാവാൻ മൂലധന ചെലവുകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആവശ്യക്കാരുടെ എണ്ണം കൂടിയിട്ടും കഴിഞ്ഞ വർഷത്തെ 86,000 കോടി രൂപ മാത്രം നിലനിർത്തി ഗ്രാമീണ ജനതയെ പറ്റിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. പട്ടികജാതിക്കാർക്ക് 3.4%, പട്ടികവർഗക്കാർക്ക് 2.6% മാത്രമേ ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളൂ. വരുമാന പരിധി ഉയർത്തിയുള്ള നികുതി ഇളവ് 1% ജനങ്ങൾക്ക് മാത്രമേ പ്രയോജനം ചെയ്യുകയുള്ളൂ. ന്യായമായതും ഏറ്റവും അടിയന്തരവുമായതുമായ ആവശ്യങ്ങളാണ് സംസ്ഥാനം കേന്ദ്രത്തിന്റെ മുന്നിൽ വെച്ചത്. വയനാട്, വിഴിഞ്ഞം തുറമുഖം അടക്കം
കേന്ദ്ര സഹായം വേണ്ട മേഖലകൾ കണക്കിലെടുത്താണ് കേരളം 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അക്കാര്യങ്ങളിൽ ഒരു പരാമർശം പോലും ഇല്ലാതെ കേന്ദ്രം കേരളത്തിലെ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ബജറ്റിലൂടെ ചെയ്തത്. കടമെടുപ്പ് പരിധി അർഹമായ വിധത്തിൽ ഉയർത്തണമെന്നും റബ്ബർ, നെല്ല് അടക്കമുള്ള കാർഷിക മേഖലയ്ക്ക് അടിയന്തര സഹായം വേണമെന്നുമുള്ള അഭ്യർത്ഥന പോലും തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ, സംസ്ഥാന വിരുദ്ധ ബജറ്റിനെ ബഹ്റൈൻ പ്രതിഭ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു. കോർപ്പറേറ്റ് വിധേയത്വ കേന്ദ്ര ബജറ്റിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി പ്രതിഷേധിച്ചും കേരളത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന എംപിമാർ കേരളത്തിന് അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒറ്റക്കെട്ടായി നിലകൊണ്ടും പ്രവർത്തിക്കണമെന്ന് ബഹ്റൈൻ പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ, പ്രസിഡന്റ് ബിനു മണ്ണിൽ എന്നിവർ സംയുക്ത പത്രപ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചു. ഒരു ഇടവേള കൂടി. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. വാർത്തകൾ തുടരുന്നു. ചിൽഡ്രൻസ് വിംഗ് രൂപീകരിച്ച് KPF. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം KPF ബഹ്റൈൻ വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ ചിൽഡ്രൻസ് വിംഗ് രൂപീകരിച്ചു. നിരവധി കുട്ടികൾ പങ്കെടുത്ത യോഗത്തിൽ സംയുക്ത് എസ് കുമാർ, പ്രസിഡന്റ്, അൽനൂർ ഇന്റർനാഷണൽ സ്കൂൾ, മിത്ര റോഷിൽ, ജനറൽ സെക്രട്ടറി, അൽനൂർ ഇന്റർനാഷണൽ സ്കൂൾ, അവനിക് PM, ദി ഇന്ത്യൻ സ്കൂൾ, അർവിന്ദ് ഡെന്തീഷ്, ജോയിന്റ് സെക്രട്ടറി, അമേരിക്കൻ സ്കൂൾ, നന്ദിത ആർ കമനീഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ, ദി ഏഷ്യൻ സ്കൂൾ എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു. ലേഡീസ് വിംഗ് കൺവീനർ സജ്ന ഷനൂബിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന് ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, KPF പ്രസിഡന്റ് സുധീർ തിരുനിലത്ത്, ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ്, ട്രഷറർ സുജിത് സോമൻ, വൈസ് പ്രസിഡന്റ് ഷാജി പുതുക്കുടി, രക്ഷാധികാരികളായ KT സലീം, ജമാൽ കുറ്റിക്കാട്ടിൽ, UK ബാലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കലാ, കായിക, സാംസ്കാരിക, സാമൂഹിക മേഖലകളിൽ കുട്ടികളിലെ കഴിവ് വളർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ രൂപീകരിച്ച ചിൽഡ്രൻസ് വിംഗിന് മുഹമ്മദ് സലീം ടോസ് മാസ്റ്റർ, നതാലിയ നായർ ബഹ്റൈൻ ഗേവൽ മാസ്റ്റേഴ്സ് ആനുവൽ കോൺഫറൻസ് ഇന്റർനാഷണൽ സ്പീച്ച് ചാമ്പ്യൻ, സുഫ്ര ടേബിൾ ടോപ്പിക് ചാമ്പ്യൻ, ശ്യാം ഗുപ്ത ഹ്യൂമറസ് ചാമ്പ്യൻ എന്നിവർ മോട്ടിവേഷൻ ക്ലാസ് നൽകിക്കൊണ്ട് സംസാരിച്ചു. KPF എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ലേഡീസ് വിംഗ് പ്രതിനിധികൾ, KPF മെമ്പേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായ യോഗത്തിന് ചിൽഡ്രൻസ് വിംഗ് കൺവീനർ രമ സന്തോഷ് നന്ദി അറിയിച്ചു. സംഗീത റോഷിൽ കാര്യപരിപാടികൾ നിയന്ത്രിച്ചു. മൈത്രി ബഹ്റൈൻ റിപ്പബ്ലിക് ദിനാഘോഷവും വിന്റർ ക്യാമ്പും സംഘടിപ്പിച്ചു. മൈത്രി ബഹ്റൈന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സഹീറിൽ വെച്ച് വിന്റർ ക്യാമ്പും ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് സലീം തയ്യിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്വാഗതവും രക്ഷാധികാരി സയ്യിദ് റമദാൻ നദ്വി റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തയെ തകർക്കുവാനുള്ള ഗൂഢശ്രമത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കണമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ, ചീഫ് കോർഡിനേറ്റർ സുനിൽ ബാബു, അസിസ്റ്റന്റ് ട്രഷറർ ഷാജഹാൻ,
ജഹാൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ഷബീർ ക്ലാപ്പന, ഷിബു ബഷീർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നിസാം തേവലക്കര, രജബുദ്ദീൻ, നൌഷാദ് തയ്യൽ, ഷിറോസ്, ചാരിറ്റി കൺവീനർ അൻവർ ശൂരനാട്, മെമ്പർഷിപ്പ് കൺവീനർ അബ്ദുൾ സലീം, മുൻ ട്രഷറർ അനസ് കരുനാഗപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ഥാപക അംഗം നിസാർ കൊല്ലം, മുൻ പ്രസിഡന്റ് ഷിബു പത്തനംതിട്ട എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. ട്രഷറർ അബ്ദുൾ ബാരി നന്ദിയും പറഞ്ഞു. തുടർന്ന് കോഓർഡിനേറ്റർ സുനിൽ ബാബുവിന്റെ നേതൃത്വത്തിൽ മൈത്രി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വിവിധ വിനോദ പരിപാടികളും ക്വിസും നടത്തി. വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തു. ഓസ്ട്രേലിയയുടെ വടക്ക് കിഴക്കൻ വെള്ളപ്പൊക്കത്തിൽ ഒരാൾ മരിച്ചു. കനത്ത വെള്ളപ്പൊക്കത്തിൽ ഓസ്ട്രേലിയയിലെ നോർത്ത് ക്വീൻസ്ലാൻഡ് സംസ്ഥാനത്ത് ഞായറാഴ്ച ഒരാൾ മരിച്ചു. കനത്ത മഴയെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളോട് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ അധികൃതർ അഭ്യർത്ഥിച്ചു. സംസ്ഥാന തലസ്ഥാനമായ ബ്രിസ്ബേനിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന 10,000-ഓളം ആളുകൾ താമസിക്കുന്ന തീരപ്രദേശമായ ഹിഞ്ചിൻബ്രൂക്ക് ഷയറിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായതായി ക്വീൻസ്ലാൻഡ് അധികൃതർ അറിയിച്ചു. സമീപ നഗരമായ ടൗൺസ്വില്ലയിലെ പല പ്രാന്തപ്രദേശങ്ങളെയും ബാധിച്ചതായി അധികൃതർ അറിയിച്ചു. അബ്ദുൾ റഹീമിന്റെ മോചനം നീളുന്നു. കേസ് പരിഗണിക്കുന്നത് 7ാം തവണയും മാറ്റി. റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം നീളുന്നു. കേസ് പരിഗണിക്കുന്നത് തുടർച്ചയായ 7ാം തവണയും റിയാദിലെ കോടതി മാറ്റിവെച്ചു. കേസ് മാറ്റിവെച്ചതിന്റെ കാരണം ഇത്തവണയും വ്യക്തമല്ല. അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദ് കോടതി പരിഗണിക്കുമ്പോൾ ഓരോ തവണയും കുടുംബം പ്രതീക്ഷയിലായിരുന്നു. 18 വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മകൻ നാട്ടിലെത്തും എന്ന പ്രതീക്ഷ പക്ഷേ ഇത്തവണയും നിരാശയായിരുന്നു. കേസ് തുടർച്ചയായ 7ാം തവണയും മാറ്റിവെച്ചു. എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്ന് റഹീം നിയമസഹായ സമിതിക്കോ വീട്ടുകാർക്കോ അറിയില്ല. കേസ് നീട്ടിവെക്കുന്നതിന്റെ കാരണം അറിയണമെന്നാണ് നാട്ടുകാരും പറയുന്നത്. 2006-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ജൂലൈ 2-ന് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു. റഹീമിന്റെ മോചനത്തിനായി 34 കോടി രൂപ സമാഹരിച്ചു നൽകിയിട്ടും മോചനം വൈകുന്നതിൽ ആശങ്കയും സങ്കടവുമെല്ലാം കുടുംബത്തിനുമുണ്ട്. ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനം വ്യക്തിയോ ഏജൻസിയോ അല്ല നടത്തുന്നത്, റിക്രൂട്ടിംഗ് ബോർഡ് ആണ് നടപടി സ്വീകരിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ദേവസ്വം ബോർഡിൽ തൊഴിൽ നൽകാമെന്ന പേരിൽ വാഗ്ദാനം നൽകി വ്യാജരേഖ ചമച്ച് പണം തട്ടിയ സംഭവത്തിൽ പ്രതികരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ദേവസ്വത്തിലേക്കുള്ള നിയമനത്തിനായി ഒരു വ്യക്തിയെയോ ഏജൻസിയെയോ ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള എല്ലാ നിയമനങ്ങളും സുതാര്യമാണ്. ഇതിനായി സർക്കാർ അംഗീകൃത കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിലുണ്ട്. നിയമനത്തിനായി വ്യാജരേഖ ചമച്ചെന്ന കണ്ടെത്തൽ ഗൗരവം ഉള്ളതാണെന്നും ശ്രീധുവിനെതിരെ ഉടൻ പോലീസിൽ ദേവസ്വം ബോർഡ് പരാതി നൽകുമെന്നും തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.